വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പഴിചാരൽ നിർത്തൂവെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ നീക്കിയിരിപ്പ് തുകയിൽ സംശയം പ്രകടിപ്പിച്ചു കോടതി. നീക്കിയിരിപ്പ് കൈവശമില്ലാത്തതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ വീണ്ടും പണം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നതെന്നും വിമർശനം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം ലഭിച്ചില്ലെന്ന സംസ്ഥാന സർക്കാർ വാദത്തിനേറ്റ തിരിച്ചടിയാണ് ഹൈക്കോടതി വിമർശനം. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ നീക്കിയിരിപ്പ്, വിനിയോഗിച്ച തുക എന്നിവ സംബന്ധിച്ച് വ്യക്തമായ കണക്ക് നൽകാൻ ഇന്നലെ സംസ്ഥാന സർക്കാരിനും നൽകിയ സഹായം സംബന്ധിച്ച് വിവരങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്രത്തോടും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കേന്ദ്രം സത്യവാങ്മൂലം നൽകിയെങ്കിലും സംസ്ഥാനത്തിന് കൃത്യമായ കണക്കുകൾ നൽകാനായില്ല. ദുരന്ത നിവാരണ അതോറിറ്റി ഫിനാൻസ് ഓഫീസർ ഹാജരായ വേളയിൽ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ടോ എന്ന ചോദ്യമുന്നയിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചത്. 677 കോടി രൂപ SDRF ഫണ്ടിൽ നീക്കിയിരിപ്പുണ്ടെന്ന് സർക്കാർ അറിയിച്ചെങ്കിലും നീക്കിയിരിപ്പുള്ള 677 കോടി അതോറിറ്റിയുടെ കൈവശമില്ലെന്നും അതുകൊണ്ടാണ് വീണ്ടും കേന്ദ്രത്തോട് പണം ആവശ്യപ്പെടുന്നതെന്ന് കോടതി വിമർശിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഓഡിറ്റ് നടക്കുന്നുണ്ടാകും, പക്ഷേ റിപ്പോർട്ട് കാണണമെന്നില്ലെന്നും കോടതി പരിഹസിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റി ശരിയായ രീതിയിൽ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നില്ലെന്ന് കുറ്റപ്പെടുത്തിയ കോടതി ആരെയാണ് വിഡ്ഢിയാക്കുന്നതെന്നും സംസ്ഥാന സർക്കാരിനോട് ചോദ്യമുന്നയിച്ചു. കേന്ദ്ര സർക്കാർ നൽകുന്ന കണക്കുകൾ കൃത്യമായിരിക്കും. അതുപോലെ തന്നെ കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ കൃത്യമായ കണക്ക് സംസ്ഥാന സർക്കാരിന്റെ പക്കലും വേണമെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. തുടർന്ന് കണക്കുകളിലെ വ്യക്തത വരുത്താൻ സംസ്ഥാന സർക്കാരിന് സാവകാശം നൽകിയ ഹൈക്കോടതി SDRF ഫണ്ടിലെ നീക്കിയിരിപ്പ്, വിനിയോഗിച്ച തുക, ആവശ്യമായ തുക എന്നിവ അറിയിക്കാനും നിർദ്ദേശം നൽകി. കേസ് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. ഈ വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ആകെ 291 കോടി രൂപയെന്നും ഇത് 145.6 കോടി രൂപ വീതം 2 തവണയായി സംസ്ഥാന സർക്കാരിന് നൽകി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അനുവദിച്ചത് 153.46 കോടി രൂപയെന്നുമാണ് കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലം. ജനം, കൊച്ചി.